മുസ്ലിമായിട്ട് ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ അനുയായിയായിട്ട് ഞാൻ കൊല്ലപ്പെടുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിലെ ഒരാളായിട്ട് കൊല്ലപ്പെടുകയാണെങ്കിൽ ഞാനത് പ്രശ്നമാക്കൂല. അലായി ജംബിൻകാന ലില്ലാഹി മസ്റഈ, അത് ഏത് രൂപത്തിലാണെങ്കിലും ഏത് ഭാവത്തിലാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുബൈബ് റളിയല്ലാഹു തആല പറയുകയാ, എന്റെ ശരീരം നിങ്ങൾ തുണ്ടം തുണ്ടമായി മുറിച്ചാലും, എന്റെ കൈകൾ നിങ്ങൾ വിച്ഛേദിച്ചാലും, എന്റെ കണ്ണുകൾ നിങ്ങൾ ചൂഴ്ന്നെടുത്താലും, എന്റെ ചിഹ്നമായി ഭിന്നമായി മാറ്റിയെടുത്താലും മുറിച്ചെടുത്താലും നശിപ്പിച്ചാലും എന്നെ കൊണ്ട് സാധിക്കൂല. അള്ളാന്റെ ഹബീബിനെ കുറ്റ പറയാൻ സാധിക്കൂല. എന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയാൻ എന്നെ കൊണ്ട് സാധിക്കുക. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഞാൻ എന്റെ ജീവനെ സമർപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്റെ ശരീരത്തെ ഞാനിതാ നൽകുന്നത്. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് ബറക്കത്ത് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിക്കുകയാ, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട്, അർഹമുർ-റഹീമായ റബ്ബേ, ഈ വിഭാഗത്തെ നീ ഛിന്ന ഭിന്നമാക്കണേ തമ്പുരാനെ, ഈ വിഭാഗത്തെ നീ നശിപ്പിക്കണേ തമ്പുരാനെ, എന്റെ ഈ അവസ്ഥ എന്റെ ഹബീബിനെ നീ അറിയിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി സമയം ആവശ്യപ്പെടുകയാ. അവസാനമായി താങ്കൾക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് ചോദിച്ചു. താങ്കൾക്ക് എന്താ അവസാനത്തെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോ ഖുബൈബ് റളിയല്ലാഹു തആല നിസ്കരിക്കാനുള്ള ഒരു അവസരം തരണം. അങ്ങനെ നൽകപ്പെട്ടപ്പോ വളരെ പെട്ടെന്ന് തന്നെ വുളൂ ചെയ്തിട്ട് 2 റക്അത്ത് ഹ്രസ്വമായി നിസ്കരിച്ചിട്ട് പറയുകയാ, ഞാനെങ്ങാനും നിസ്കാരത്തെ ദീർഘിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ റബ്ബിന് സുജൂദ് ചെയ്ത് മതിയാഞ്ഞിട്ടല്ല, എന്റെ റബ്ബിന്റെ മുന്നിൽ കിടന്നിട്ട് എന്റെ ആഗ്രഹം പൂർത്തിയായിട്ടല്ല ഞാൻ പെട്ടെന്ന് പൂർത്തിയാക്കിയത്, മറിച്ച് ഞാനെങ്ങാനും അങ്ങനെ സുജൂദിനെ ദീർഘിപ്പിച്ച്, ഞാൻ ആ റുകൂഇനെ ദീർഘിപ്പിച്ചിട്ട്, ഖിയാമിനെ ദീർഘിപ്പിച്ചിട്ടെങ്ങാനും നിസ്കാരം നീണ്ടുപോയാൽ ഈ മരണത്തെ ഞാൻ ഭയപ്പെടുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചേക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ വണങ്ങുന്നത് വളരെ പെട്ടെന്ന് തീർത്തതെന്ന് പ്രഖ്യാപിച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടപ്പെട്ട അനുയായി ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു അവരോട് പറയുകയാ, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് കഴുമരത്തിലേക്ക് കയറിയിട്ട് കൊല ചെയ്യപ്പെടുകയാ ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് മദീന മുനവ്വറയിൽ വെച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സഹാബത്തിനോട് പറയുകയാ, ഖുബൈബ് പറന്നുപോയി കേട്ടോ, ഖുബൈബ് ഷഹീദായി കേട്ടോ, ഖുബൈബ് ഇഹലോകവാസം വെടിഞ്ഞു കേട്ടോ. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടപ്പെട്ട അനുചരന്മാരിൽപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു ഒരു നിമിഷമെങ്കിലും അവരോടൊരു കളവ് പറഞ്ഞിരുന്നെങ്കിൽ, ഞാൻ എന്റെ ഹബീബിന്റെ പാർട്ടിയിൽ നിന്ന് പിന്തിരിയുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, ഞാനിതാ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, എല്ലാവിധ സുഖാഡംബരങ്ങളും നൽകപ്പെടുന്ന അവസ്ഥയുണ്ടായിട്ട് പോലും തന്റെ മരണം മുന്നിൽ കണ്ടിട്ട് വളരെ പെട്ടെന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വിശുദ്ധ ഇസ്ലാമിന്റെ പാതയിൽ അടിയുറച്ചു നിന്നിട്ട് തന്റെ ശരീരത്തെ സമർപ്പിച്ച ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ പുസ്തകങ്ങളുടെ നന്മയുടെ തൂക്കം എത്രയാണെന്നറിയുമോ സുഹൃത്തുക്കളെ? അവരുടെ ഗ്രന്ഥങ്ങളും നമ്മുടെ ഗ്രന്ഥങ്ങളും ഒന്ന് കമ്പയർ ചെയ്തു നോക്കിയാൽ എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, നമുക്ക് അല്ലാഹുവിനോട് സ്വർഗം ചോദിക്കാൻ അർഹതയുണ്ടോ? നമുക്ക് നരകത്തെ തൊട്ട് കാവല് ചോദിക്കാൻ അർഹതയുണ്ടോ? നമുക്ക് പാപമോചനത്തിന് ചോദിക്കാൻ അർഹതയുണ്ടോ? സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും? ഈ ഭൂമി ലോകത്ത് അല്ലാഹുവിന്റെ സർവ്വവിധ അനുഗ്രഹങ്ങളും ആവോളം ആസ്വദിച്ചിട്ട് ജീവിക്കുന്ന നമ്മൾ അല്ലാഹുവിന് വേണ്ടി എന്താ ചെയ്യുന്നത്? അള്ളാന്റെ ഹബീബിന് വേണ്ടി എന്താ ചെയ്യുന്നത്? ദീനിന് വേണ്ടി എന്താ പ്രവർത്തിക്കുന്നത്? സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എന്താ നാം സഹിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ശുഹദാക്കളോടൊപ്പം ജന്നത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാം ചിന്തിക്കണം. അവരൊക്കെ ചെയ്തു പോയ പ്രവർത്തനങ്ങള്, അവരൊക്കെ ചെയ്തു പോയ അമലുകള് എത്രമാത്രം ഉന്നതമാണ്, എത്രമാത്രം ഭാരമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഫഅമ്മാ മൻ തഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ. സ്വർഗീയാരാമത്തില് ഉല്ലസിക്കുന്ന മുത്തുമുഅ്മിനീങ്ങള് അവരുടെ ആ ഭാരം, അവരുടെ തുലാസ്, നന്മയുടെ തുലാസ് കനം തോന്നുന്നവരാ ഈശത്തുൻ റാദിയ, സംതൃപ്തരായ ജീവിതത്തിന്റെ ഉടമകളാണവർ. ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു തആല അൻഹു. മാത്രമോ ഖുലഫാഉർ റാഷിദുകള് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതാ. അള്ളാഹുവിന്റെ ഹബീബിന് വേണ്ടിയിട്ട് ഗോത്രങ്ങളിൽ നിന്ന് അടിയും ഇടിയും വാങ്ങിയിട്ട് ബോധം നഷ്ടപ്പെട്ട് അവിടെ കിടന്ന് രക്തം വാർന്നൊലിച്ചിട്ട് ബോധം തെളിഞ്ഞപ്പോ വെള്ളത്തിന് വേണ്ടി ചോദിക്കുന്നതിന് പകരം എന്റെ ഹബീബ് എവിടെയെന്ന് ചോദിച്ച ബഹുമാനപ്പെട്ട സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അമലുകൾ എവിടെ? ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു 10-12 വർഷം വിശുദ്ധ ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം വിളയിച്ചുകൊണ്ട് മദീന മുനവ്വറയിൽ വെച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ ഖലീഫയായി പ്രവർത്തിച്ചിട്ട് നട്ടപ്പാതിരായിൽ തന്റെ ഭാര്യയോടൊന്നിച്ച് രമിക്കേണ്ട സമയത്ത് പോലും പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് ഗ്രാമാന്തരങ്ങളിലൂടെ ഇറങ്ങി നടന്ന് ഓരോ കുടിലുകളും സന്ദർശിച്ചിട്ട് അവർക്ക് ആവശ്യമായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കിയിട്ട് അവർക്ക് ആവശ്യമായ നന്മയുടെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അവസാനം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകാൻ വേണ്ടി കിടക്കുകയാ, വെട്ടുകൊണ്ടിട്ട് ഷഹീദായി കിടക്കുകയാ. സമയത്ത് പോലും കരയുന്നതെന്താ? ആ സമയത്ത് പോലും ആവശ്യപ്പെടുന്നതെന്താ? ആ സമയത്ത് പോലും ചോദിക്കുന്നതെന്തേ? നിങ്ങൾ നിസ്കാരം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് കരയുകയാ. കരയുന്ന സമയത്ത് കൂടെയുള്ളവർ ചോദിക്കുന്നു, അബൂബക്കറും ഫിൽ ജന്ന ഖാല റസൂലുള്ളാഹി, ഉമറും ഫിൽ ജന്ന ഖാല റസൂലുള്ളാഹി, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന, തൽഹ ഫിൽ ജന്ന എന്ന് തുടങ്ങിയിട്ട് അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട നേതാവല്ലയോ അള്ളാന്റെ ഹബീബിന്റെ നാവിലൂടെ വിശുദ്ധ ഖുർആൻ ഇറങ്ങാൻ കാരണക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ലയോ? ഉമറേ, എന്തിനു വേണ്ടിയാ താങ്കൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ 10-12 വർഷക്കാലം വിശുദ്ധ ഇസ്ലാമിന് സേവനമനുഷ്ഠിച്ചത് പോരാഞ്ഞിട്ട് അള്ളാന്റെ ഹബീബിന്റെ കൂടെ ഹിജ്റയിൽ പങ്കെടുത്തിട്ട്, അള്ളാന്റെ ഹബീബിന്റെ കൂടെ യുദ്ധങ്ങളിൽ പങ്കെടുത്തിട്ട്, അള്ളാന്റെ ഹബീബിന്റെ ദീനിന് വേണ്ടി തന്റെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ചിട്ട് അള്ളാന്റെ ഹബീബിന്റെ നാവിലൂടെ പ്രശംസ പിടിച്ചു പറ്റിയിട്ട് അവസാനം മറ്റൊരു ശത്രുവിന്റെ വാളുകൊണ്ട് വെട്ടേറ്റിട്ട് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമാനങ്ങൾ കരസ്ഥമാക്കാനുള്ള ഈ അവസരത്തിൽ ഉമർ കരയുന്നത് എന്തിനാ റളിയല്ലാഹു അൻഹു? എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ പറയുന്ന മറുപടി അറിയുമോ? ഈ 10-12 വർഷത്തെ കാലയളവിനുള്ളിൽ ഞാൻ എന്റെ മുഅ്മിനീങ്ങൾക്ക് ചെയ്ത സേവനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെയ്ത സേവനങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും നീതി ലഭിക്കാതെ പോയിട്ടുണ്ടോ? ആരെങ്കിലും ഞാൻ അവഗണിച്ചു പോയിട്ടുണ്ടോ? ആരോടെങ്കിലും ഞാൻ കൊള്ളരുതാത്ത വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് പേടിയാ എനിക്ക്. നാളെ റബ്ബിന്റെ മുന്നിൽ എന്റെ മസ്ഊലിയത്തിനെ കുറിച്ച് ചോദിക്കപ്പെടുമ്പോ അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷി പറയാൻ ഏതെങ്കിലും ഒരു സത്യവിശ്വാസി കടന്നു വന്നാല് ഉമർ പരാജയപ്പെട്ടു പോകുമല്ലോ എന്ന് ഭയന്നിട്ടാ കരയുന്നത്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോ കരയും. ഖബർ കാണുമ്പോ കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഉസ്മാനിനോട് ചോദിച്ചാല് ഉസ്മാനിനും പറയാനുള്ളത് റളിയല്ലാഹു അൻഹു ഇത് തന്നെയാ മറുപടി. ബഹുമാനപ്പെട്ട അങ്ങനെയുള്ള സഹാബാക്കളൊക്കെയും ബഹുമാനപ്പെട്ട എല്ലാ സഹാബാക്കളും അത്തരത്തിൽ കരഞ്ഞവരായിരുന്നുവെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ച് ജീവിക്കുന്ന നമ്മള്, അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന നമ്മള്, അള്ളാഹുവിന് ധിക്കാരം കാണിക്കുന്ന നമ്മള്, അള്ളാഹുവിന് നന്ദികേട് കാണിക്കുന്ന നമ്മള്, അള്ളാഹുവിനോട് ഇളിഭ്യരായിട്ട് അള്ളാഹുവിനോട് ലജ്ജയില്ലാതെ ചോദിക്കുകയാ സ്വർഗത്തിന്, അള്ളാഹുവിനോട് നാണമില്ലാതെ ചോദിക്കുകയാ അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് സ്വർഗത്തിലിരിക്കാന്. ലജ്ജയുണ്ടോ നമുക്ക്? നമ്മുടെ പ്രവർത്തനം എവിടെയാണ്? നമ്മളെന്താ അള്ളാന്റെ ഹബീബിന് വേണ്ടി ചെയ്യുന്നത്? നമ്മളെന്താ അള്ളാന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? എല്ലാവർക്കും അവകാശവാദം ഉണ്ടാവും. ഞാൻ ഒരുപാട് പ്രവർത്തിച്ചു പോയി. IMM ഇസ്ലാമിക് മീഡിയ മിഷന്റെ അഡ്മിനാണ് ഞാന്.
അതല്ലെങ്കിൽ പല സംഘടനയുടെയും തലപ്പത്തുള്ള ആളാണ് ഞാൻ സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചു എന്നുള്ള അഹങ്കാരം നമുക്കുണ്ട്. ആ അഹങ്കാരത്തോണ്ട് കാര്യമുണ്ടോ സുഹൃത്തുക്കളെ? സഹാബാക്കൾ അനുഭവിക്കുന്ന പീഡനങ്ങളുടെ, താഠനങ്ങളുടെ, വിഷമങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ 1000-1 നാം അനുഭവിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാല് ഫലസ്തീനിന്റെയും ഇറാഖിന്റെയും ഇറാനിന്റെയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന കടുത്ത പീഡയുടെ രൂപങ്ങൾ നാം വിഷ്വലായി കാണുകയാ. പക്ഷേ നമുക്ക് അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹം എത്രയാ! ആ അനുഗ്രഹങ്ങളിൽ നാം മതിമറന്നു പോയിരിക്കുകയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നന്മയുടെ തുലാസ് ഭാരം കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്താണ് ആ പ്രവർത്തനങ്ങൾ? അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ. ആഖിറമാണ്, പരലോകമാണ് ഉത്തമവും ശാശ്വതവും. എന്നാൽ നിങ്ങൾ ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, ദുനിയാവിലുള്ള സുഭിക്ഷമായ ഭക്ഷണത്തെയും സുഖാഡംബരങ്ങളെയും നിങ്ങൾ തിരഞ്ഞെടുത്തു.